أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنما أنت من المسحرين ما أنت إلا بشر مثلنا فأت بآية إن كنت من الصادقين. قال هذه ناقة لها شرب ولكم شرب يوم معلوم ولا تمسوها بسوء فيأخذكم عذاب يوم عظيم. فعقروها فأصبحوا نادمين فأخذهم العذاب إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1251 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 153 മുതൽ 159 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنما أنت من المسحرين ما أنت إلا بشر مثلنا فأت بآية إن كنت من الصادقين. قال هذه ناقة لها شرب ولكم شرب يوم معلوم ولا تمسوها بسوء فيأخذكم عذاب يوم عظيم. فعقروها فأصبحوا نادمين فأخذهم العذاب إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 183 മുതൽ 189 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഈ ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. സമൂദ് സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണമാണ് സൂറത്ത് ശുഅറയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു തുടങ്ങിയത്. സമൂദ് സമൂഹം ഇന്നത്തെ സൗദി അറേബ്യയിലെ ഹിജ്ർ പ്രദേശത്ത് താമസിച്ചിരുന്നവരാണ്. മദായിൻ സാലിഹ് എന്നുകൂടി അറിയപ്പെടുന്ന സാലിഹ് അലൈഹിസ്സലാമിനെ ദൈവിക ദൂതനായിക്കൊണ്ട് നിയോഗിച്ചയക്കപ്പെട്ട ഭൂപ്രദേശം ഇന്നത്തെ സൗദി അറേബ്യയുടെ അൽ-ഉല പ്രദേശത്താണ്. അൽ-ഉല പ്രോവിൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഇതിനോട് ചേർന്ന് ഒരു നശിപ്പിക്കപ്പെട്ട റെയിൽവേ ലൈനും അതിന്റെ മദായിൻ സാലിഹിൽ ഒരു സ്റ്റേഷനും ഒക്കെ ഇന്നും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇന്നും അവിടെ കാണാൻ സാധിക്കും. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തുർക്കി ആസ്ഥാനമായി നിലനിന്നിരുന്ന ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആളുകൾ, തുർക്കി ഖലീഫ ലോക മുസ്ലിം സമൂഹങ്ങളുടെ സാമ്പത്തിക പിന്തുണയോടുകൂടി നിർമ്മിച്ച ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ലൈനായിരുന്നു
തുർക്കിയിലെ അൻകാറ മുതൽ മദീന വരെ നീണ്ടുകിടക്കുന്ന ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടിയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനകരമാകുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട റെയിൽവേ ലൈൻ. ഇത് കടന്നു പോകുന്നത് ഈ സമൂദ് ഗോത്രം അല്ലെങ്കിൽ സമൂദ് വിഭാഗം അധിവസിച്ചിരുന്ന ഭൂപ്രദേശത്തിന്റെ പരിസരത്തൂടെയാണ്. അപ്പോ ആദ് സമൂഹത്തിന്റെ കാലശേഷം അറേബ്യയില് ജനവാസമുള്ള ഭൂപ്രദേശങ്ങളുടെ മുഖ്യമായ ഒരു കേന്ദ്രം എന്ന നിലക്ക് ആദ് സമൂഹത്തിന്റെ പിന്തുടർച്ചയായിട്ട് നാട്ടിലും ഭൂമിയിലാകമാനമായി വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിട്ടാണ് സമൂദ് സമൂഹം പരാമർശിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു സൂചന നൽകുന്നുണ്ട്. ആദിന് ശേഷം ഭൂമിയിൽ അല്ലെങ്കിൽ നാട്ടിൽ ഈ ഭൂപ്രദേശത്ത് അവിടുത്തെ മേധാവിത്വമുള്ള ആളുകളായിട്ട്, അധികാരവും ശക്തിയും കരുത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിട്ട് അള്ളാഹു ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹമാണ് സമൂദ് സമൂഹം. അവര് വിശ്വാസപരമായ ജീർണതയിൽ അകപ്പെടുകയും കർമ്മപരമായ പല വഴികേടിലുമായ ഒരു ഘട്ടത്തിലാണ് സ്വാലിഹ് അലൈഹിസ്സലാമിനെ അവരിലേക്ക് ദൂതനായിട്ട്, അവരിൽ തന്നെ പെട്ട ഒരാളായ സ്വാലിഹിനെ അള്ളാഹു ദൂതനായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായത്. സ്വാലിഹ് അലൈഹിസ്സലാം മറ്റെല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ പ്രബോധിത സമൂഹത്തെ അഭിസംബോധന ചെയ്ത പോലെ തന്നെ ഇന്നി ലക്കും റസൂലുൻ അമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. അലാ തത്തഖൂൻ, നിങ്ങൾ ദൈവഭക്തിയുള്ള, സൂക്ഷ്മതയുള്ള, ജാഗ്രതയുള്ള, ശ്രദ്ധയുള്ള ആളുകളായിട്ട് ജീവിക്കാൻ സന്നദ്ധരാവുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിശ്വസ്തനായ ദൂതനാണ് താൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നത്. വത്തഖുല്ലാഹ വഅതിഊൻ എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞതിന്റെ ആകത്തുക. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി, ദൈവഭക്തിയുള്ള ആളുകളായി, സൂക്ഷ്മതയും ശ്രദ്ധയും ഉള്ളവരായി ജീവിക്കുകയും എന്നെ അനുസരിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യണം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും നിങ്ങളുടെ അടുക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാനിത് നിർവഹിക്കുന്നത് പ്രപഞ്ചങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ മുൻനിർത്തിയാണ്. എനിക്കുള്ള പ്രതിഫലം അവനാണ് നൽകുക. നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ സുഖാഡംബരങ്ങളുടെയും അതുപോലെ തന്നെ വലിയ ഔദ്ധത്യം കാണിക്കലിൻ്റെതുമൊക്കെയായ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ എന്നും നിത്യമായി കഴിയാൻ, നിർഭയരായിട്ട് കഴിയാൻ വിട്ടേക്കപ്പെടുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് അവരുടെ ജീവിത രീതികളെ മുൻനിർത്തിക്കൊണ്ട് സ്വാലിഹ് അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉദ്യാനങ്ങളും അരുവികളും വയലുകളും ഈത്തപ്പന വൃക്ഷങ്ങളും അത് കായ്ച്ചു തൂങ്ങിയ നല്ല വിളവെടുപ്പിന് പാകമായിട്ടുള്ള ഈത്തപ്പഴം കായ്ച്ചു തൂങ്ങിക്കിടക്കുന്ന ഈത്തപ്പന വൃക്ഷങ്ങളൊക്കെയുള്ള നിങ്ങളുടെ ഈ വാസസ്ഥലങ്ങൾ ഉണ്ടല്ലോ, അതുപോലെ പർവ്വതങ്ങൾ തുരന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ, ഇതൊക്കെ വലിയ നിങ്ങൾ വലിയ ആഹ്ലാദപ്രമത്തതയോടുകൂടി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്രഷ്ടാവായൊരു റബ്ബുണ്ട്, അവന് വഴിപ്പെട്ടുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ എന്നതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ല. നിങ്ങൾ മുസ്രിഫുകളായ, എല്ലാ കാര്യങ്ങളിലും അതിന്റെ പരിധിയും നിയന്ത്രണവും അതിർവരമ്പുകളും ഒക്കെ ലംഘിക്കുന്ന നാട്ടിലെ ദുഷ്ടന്മാരായ ആളുകളോടൊപ്പമാണ്, അവരെ പിന്തുണച്ചുകൊണ്ട് നാട്ടില് കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ മുസ്രിഫുകള് ഫസാദാണ് നാട്ടിൽ ഉണ്ടാക്കുന്നത്. ഒരിക്കലും തന്നെ അവര് യാതൊരു വിധത്തിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരല്ല തന്നെ. ഇതാണ് സമൂദ് സമൂഹത്തോടായിട്ട് സ്വാലിഹ് അലൈഹി ഇസ്ലാം പറഞ്ഞതിന്റെ ചുരുക്കം.
നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് അല്ലാഹു ഇത്രയും കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് സമൂദ് അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ആ സമൂദ് സമൂഹം സാലിഹ് അലൈഹി ഇസ്ലാമിന് നൽകിയ മറുപടിയും തുടർന്നുണ്ടായ കാര്യങ്ങളുമൊക്കെയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിലായിട്ട് വിവരിക്കപ്പെടുന്നത്. അവരുടെ പ്രതികരണം ഇതായിരുന്നു. നോക്ക് 153 ആയത്ത് മുതൽ നമ്മൾ കാണുന്ന സംഭാഷണം ഇങ്ങനെയാണ്. നോക്കുക, കാലവും അവര് പ്രതികരിച്ചു, അല്ലെങ്കിൽ അവര് പറഞ്ഞു, ഇന്നമാ അൻത മിനൽ മുസഹരീൻ. സാലിഹ് അലൈഹി ഇസ്ലാം അവരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ അവര് പ്രതികരണമായിട്ട് പറഞ്ഞത് ഇതാണ്: സാലിഹെ, നിശ്ചയമായിട്ടും നീ ഒരു ആഭിചാരക്രിയക്ക് വിധേയനായ ഒരാളാണ്. നിനക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു, നീ സിഹിർ ബാധയുള്ള ആളാണ് എന്നാണ് സമൂദ് സമൂഹം സാലിഹ് അലൈഹി ഇസ്ലാമിനോടായിട്ട് പറയുകയുണ്ടായത്. ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, സിഹിർ ബാധിച്ച ആളുകൾ പൊതുവെ ഭ്രാന്ത് ബാധിച്ച ആളെ പോലെയാണ് പരിഗണിക്കുക. മജ്നൂൻ എന്നത്, മസ്ഹൂർ എന്നത്, മുസഹർ എന്നത് ഒക്കെ തന്നെ അവര് പൊതുവെ പര്യായ പദങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. ജിന്ന് കാരണമായിട്ട് ഭ്രാന്ത് ഉണ്ടാകുമ്പോ അതിനെ മജ്നൂൻ എന്നാണ് വിളിച്ചിരുന്നത്. സാഹിറുകളുടെ ഗൂഢപ്രവർത്തനങ്ങൾ കാരണമായിട്ട് ഭ്രാന്താവുമ്പോ അതിന് മസ്ഹൂർ എന്നോ മുസഹർ എന്നോ ഒക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പൊ അവർ കരുതിയിരുന്നത്, ഭ്രാന്തിന് 2-3 കാരണങ്ങളായിട്ട് അവർ കണ്ടിരുന്നത്, ഒന്ന് ജിന്ന് ബാധ ഉണ്ടാവുക എന്നതാണ്. ഏതെങ്കിലും പിശാച് ബാധ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിരിറ്റ് നമ്മളെ പ്രൊസസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ. അതല്ലെങ്കിൽ ഒരു ആഭിചാരക്രിയ ചെയ്യുന്ന ഒരാള്, സാഹിർ, എന്തെങ്കിലുമൊക്കെ ആഭിചാരക്രിയ ചെയ്തതിന്റെ ഫലമായിട്ട് അയാളുടെ മനോനില തെറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുക, പിന്നെ നോർമലായിട്ട് ചിന്തിക്കാനും സംസാരിക്കാനൊന്നും കഴിയാതെ ആവുന്ന ഒരവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. അതുപോലെ പിന്നെ അവര് കാണാറുണ്ടായിരുന്ന ഒരു പാരമ്പര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഭ്രാന്തിനുള്ള കാരണമായിട്ട് അവർ കണ്ടിരുന്നത്. അപ്പോ സാലിഹ് അലൈഹിസ്സലാം യുക്തിഭദ്രമായി കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോ സാലിഹിന് ബുദ്ധിഭ്രംശം വന്നിരിക്കുന്നു എന്നാണ് അവർ എളുപ്പത്തിൽ തീരുമാനിച്ചു കളയുന്നത്. അങ്ങനെ അവർ പറയുന്നത്, ഇന്നമാ അൻത മിനൽ മുസഹരീൻ. സാലിഹെ, നിനക്കെന്തോ ജിന്ന് ബാധയോ സിഹിർ ബാധിക്കുകയോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ ഞങ്ങളൊക്കെ പോലെയുള്ള ഒരാളായിരുന്നതാണല്ലോ, എന്നിട്ടിപ്പോ തലക്ക് വെളിവില്ലാത്ത വിധത്തിലാണല്ലോ സംസാരിക്കുന്നത് എന്നതാണ് അവരുടെ പ്രതികരണത്തിന്റെ ചുരുക്കം. ഇന്നമാ അൻത മിനൽ മുസഹരീൻ. നീ വെറും സിഹിർ ബാധിച്ചവൻ മാത്രമാണ്. മാ അൻത ഇല്ലാ ബശറും മിസ്ലുന. നീ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരല്ലാതെ വേറെ ഒന്നുമല്ല. നിനക്ക് യാതൊരു പ്രത്യേകതയില്ല. നിന്നെ ഞങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്ന യാതൊന്നും നിന്റെ കയ്യിലില്ല. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം തന്നെ ആരോ സിഹിർ ചെയ്തിട്ടുണ്ട്, അതാണ്. നിനക്ക് സിഹിർ ബാധ ഉണ്ട് എന്നാണ് നാട്ടുകാര് അദ്ദേഹത്തോട് പറയുന്നത്. ഇനി അതല്ല, നീ സത്യവാനാണ്, കാര്യഗൗരവത്തിലാണ് ഈ സംഗതി പറയുന്നത് എങ്കിൽ അതിനുള്ള ആയത്ത് അവതരിപ്പിക്കും. നീ കൊണ്ടുപോവാ അതിനുള്ള ഒരു തെളിവ്, സാക്ഷ്യമായിട്ട് ഒരു ദൈവിക ദൃഷ്ടാന്തം നീ അവതരിപ്പിക്കും. അല്ലാതെ ഞങ്ങളടുക്കൽ വന്നിട്ട് നീ ഇങ്ങനെയൊക്കെയുള്ള വർത്താനം, ഞങ്ങളൊക്കെ പറയുന്നത് പോലെയുള്ളതല്ലാത്ത വർത്താനമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുക നിനക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട്, നീ നോർമലായിട്ട് ചിന്തിക്കുന്നില്ല, നിനക്ക് എന്തോ ഒരു ബുദ്ധിഭ്രംശം സംഭവിച്ചതാണ് സംഗതി എന്നേ ഞങ്ങൾ കരുതുള്ളൂ. ഇതാണ് സമൂദ് സമൂഹം പറയുന്നത്. അതുകൊണ്ട് നീ പറയുന്ന കാര്യം സത്യസന്ധതയോടുകൂടി സത്യവാനായിക്കൊണ്ട് പറയുന്നതാണെങ്കിൽ അതിന് ഉപോത്ബലകമായ ഒരു സാക്ഷ്യം കൊണ്ടുപോവാ, ഒരു തെളിവ്, ഒരു ദൈവിക ദൃഷ്ടാന്തം, ഒരു
ആയത്ത് നീ കൊണ്ടുപോവാ, അല്ലാതെ ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, പ്രവാചകന്മാര് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും യുക്തിഭദ്രമായ കാര്യങ്ങളാണ് സമൂഹത്തോട് പറയുക. പ്രവാചകന്മാര് പറയുന്ന കാര്യമാണ്, അവര് പഠിപ്പിക്കുന്ന, അവര് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനമാണ് ഏറ്റവും പ്രകൃതിപരമായത്, ഏറ്റവും ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ നിരക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു വസ്തുത. അങ്ങനെ ഒരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ അത് ബോധ്യപ്പെടാൻ തങ്ങളുടെ ബുദ്ധി കൊണ്ട് ആ പറയുന്ന കാര്യങ്ങളെ മാറ്റുരക്കുക മാത്രമേ വേണ്ടതുള്ളൂ. ഏത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണെങ്കിലും അതൊന്ന് വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാവും, അത് തെളിയിക്കാൻ, അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു അമാനുഷികതയുള്ള എന്തെങ്കിലും കാണിക്കേണ്ട കാര്യമില്ല. അത് യുക്തിക്കും ബുദ്ധിക്കും ഏറ്റവും സുതാര്യതയോടുകൂടി തന്നെ സ്വീകരിക്കാൻ പറ്റുന്ന അത്രയും തെളിമയുള്ള കാര്യമാണ്. ഇതാണ് ദൂതന്മാർ അവതരിപ്പിക്കുന്നത്. ആ ദൂതന്മാര് നേരിട്ടുകൊണ്ടിരിക്കുന്ന, അവര് എതിർത്തുകൊണ്ടിരിക്കുന്ന, അവര് പിഴുതെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ആണ് ബുദ്ധിക്ക് സ്വീകാര്യമല്ലാത്തതും യുക്തിരഹിതമായതും അതുപോലെ അബദ്ധങ്ങൾ നിറഞ്ഞതുമായ കാര്യങ്ങൾ. അപ്പോ ബുദ്ധിരാഹിത്യത്തിൽ നിന്ന് ബുദ്ധിപരതയിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നതാണ് പ്രവാചകന്മാര് ചെയ്യുന്ന ദൗത്യം. അതിന് വിശേഷിച്ച് അവര് അമാനുഷികതയുള്ള എന്തെങ്കിലും അത്ഭുത കാര്യങ്ങള് കാണിക്കേണ്ട സംഗതിയില്ല. സ്വാഭാവികമായ ചിന്തയിൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ആളുകള് നിരന്തരമായി തങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് താൻ എന്നത് ബോധ്യപ്പെടുത്തുന്ന തെളിവ് വേണം എന്ന് പറയാറുണ്ട്. അത് പറയുന്നത് ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അവരുടെ സന്നദ്ധതയില്ലായ്ക വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദൂതൻ അവരിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് നേരെ വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുമ്പോൾ അവർക്കതങ്ങ് സ്വീകാര്യമാവുന്നില്ല. അവർക്കത് ഉൾക്കൊള്ളാൻ സന്നദ്ധതയില്ല. അവര് ശീലിച്ചു വന്ന വഴികളിൽ നിന്ന് ആ തെറ്റ് തിരുത്തി ശരിയായ വഴിയിലേക്ക് നീങ്ങാൻ തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയും ആർജവവും കാണിക്കാൻ അവരൊരുക്കമല്ല. ഈ ഒരുക്കമല്ലായികയാണ് യഥാർത്ഥത്തില് പ്രവാചകനാണ് എന്നത് തെളിയിക്കുന്നതിനുള്ള ആയത്ത് വേണം എന്ന് അവർ പറയുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അവരുടെ മനോഘടന അങ്ങനെയാണ്. അപ്പോ ഈ വിധത്തിലാണ് എല്ലാ സമൂഹങ്ങളും പ്രവാചകന്മാരോട് തെളിവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രവാചകന്മാർ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിനെ, അവര് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിനെ ബോധ്യപ്പെടാൻ, അത് ദൈവികമായ സന്ദേശമാണ് എന്നത് ഉൾക്കൊള്ളാൻ മനുഷ്യന്റെ സ്വാഭാവികമായ സാധാരണമായ യുക്തിബോധവും ബുദ്ധിപരമായ മാറ്റുരക്കലും മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ സമൂഹങ്ങൾ നിരന്തരം പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ആയത്ത്, ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരിക, ഇൻകുന്ത മിനസ് സാദിഖീൻ, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ, നീ ഒരു സത്യവാനാണെങ്കിൽ അതിന് പിൻബലമായി നീ ദൈവത്തിന്റെ ദൂതനാണ് എന്നതിനുള്ള സാക്ഷ്യം കൊണ്ടുവരിക എന്നാണ് അവർ പറയുന്നത്. ഇത് അവരുടെ ആവശ്യമാണ്. എന്നാൽ അള്ളാഹുവിന് ഇത് സംബന്ധമായിട്ട് ഒരു നടപടിക്രമമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രവാചകനും അവരുടെ ദൗത്യ നിർവഹണത്തിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങൾ ആ പ്രവാചകൻ ദൗത്യം നിർവഹിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് അദ്ദേഹം കാണിക്കുന്നുണ്ടാവും. അതുകൂടാതെ സമൂഹം അവരുടെ ഭാഗത്ത് നിന്ന് ആയത്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആയത്ത് നൽകപ്പെടുമ്പോ അതിലൊരു പരീക്ഷണവും അവർക്ക് അടങ്ങിയിട്ടുണ്ടാവും. ആ ആയത്തിനെ സ്വാഭാവികമായ നിലക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചാൽ അത് അവർക്ക് പ്രയോജനകരമാകും. മറിച്ചാണെങ്കിൽ ആ ആയത്തിനെ അവര് തിരസ്കരിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ഒരു ദൈവിക നടപടി അവരുടെ കാര്യത്തിൽ ഉണ്ടാവും. ഇതാണ് പടച്ച തമ്പുരാന്റെ ഇത് സംബന്ധമായിട്ടുള്ള
വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇത് സംബന്ധമായിട്ടുള്ള നടപടിയും നിലപാടും ഒക്കെ ഇക്കാര്യത്തിൽ ഇതാണ്. ആയത്തുകൾ നിരന്തരം ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അസാധാരണത്വമുള്ള അത്ഭുത കൃത്യങ്ങൾ എന്ന നിലക്ക് ആയത്തുകൾ അവതരിപ്പിക്കാതിരിക്കുന്നതിന് കാരണം പൂർവിക സമൂഹങ്ങള് ആയത്തുകളോട് എടുത്ത ഇത്തരം ദൈവിക ദൃഷ്ടാന്തങ്ങളോട് സ്വീകരിച്ച നിലപാടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചിലയിടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാലിഹ് അലൈഹിസ്ലാമിന്റെ സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന ഈ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്തിന്റെ കാര്യത്തിലും സ്വാഭാവികമായിട്ടും അതിന്റെ സുതാര്യതയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ സമൂഹം സന്നദ്ധരാവുന്നില്ലെങ്കിൽ അതിനെ തുടർന്ന് ദൈവിക നടപടി ഉണ്ടാകും എന്നതാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന അള്ളാഹുവിന്റെ സുന്നത്ത്. അപ്പോൾ നമുക്ക് ഈ ആയത്തിലേക്ക് തിരിച്ചു പോകാം. ഫഅതി ബി ആയത്തിൻ ഇൻ കുന്ത മിനസ് സ്വാദിഖീൻ. നീ ഞങ്ങളെ പോലെയൊക്കെയുള്ള ഒരാളാണ്, നിനക്കിപ്പോ സിഹ്ർ ബാധിച്ചതാണ്, അതുകൊണ്ട് മറിച്ചാണ് നീ സത്യസന്ധമായിട്ട് തന്നെയാണ് പ്രവാചകനാണ് എന്ന് പറയുന്നതെങ്കിൽ നീ ഒരു ആയത്ത് കൊണ്ടുപോവാ എന്നതാണ് അവർ പറയുന്ന കാര്യം. അപ്പോ തുടർന്ന് സാലിഹ് അലൈഹി ഇസ്ലാം അവരോട് പറയുകയാണ്. അത് ഉടനെ പറഞ്ഞു എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഖുർആൻ പ്രസക്തമായ കാര്യങ്ങള് ചരിത്രത്തിന്റെ പ്രാധാന്യമുള്ള നിമിഷങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ചേർത്ത് വെച്ച് വളരെ വിസ്മയകരമായ ഒരു വിവരണം തരികയാണ്. അപ്പോ സാലിഹ് അലൈഹി ഇസ്ലാം തന്റെ ദൗത്യം നിർവഹിക്കുന്ന ആ തുടക്കത്തിൽ തന്നെ ഉണ്ടായതാണ്. അവരായത്ത് ചോദിച്ച ഉടനെ തന്നെ ഈ മറുപടി നൽകി എന്നൊന്നും നമ്മൾ ധരിക്കേണ്ടതില്ല. അതിനേറ്റവും അനുയോജ്യമായ ആവശ്യമായ സമയം എടുത്തുകൊണ്ട് അനുയോജ്യമായ സന്ദർഭത്തിൽ നൽകിയ മറുപടി ആവാനാണ് സാധ്യത. അദ്ദേഹം പറഞ്ഞു, ആദിഹീനാക്ക, ഇത് ഒരൊട്ടകമാണ്. ആദിഹീനാക്കത്തുൻ ലഹാ ഷിർബുൻ വലക്കും ഷിർബു യൗമിൻ മാലൂം. നോക്കൂ, ഇതൊരൊട്ടകമാകുന്നു എന്നത് വലിയ കൗതുകമുള്ള ഒരു കാര്യമല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉത്ഭവവും ജീവിതവും അതിന്റെ രീതികളും ഒക്കെ തന്നെ വ്യത്യസ്തതയുള്ള ഒരു പ്രത്യേകമായ ദൈവിക ലക്ഷ്യം പ്രാപിക്കുന്നതിനായിട്ട് കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഈ ഒട്ടകത്തെ പരാമർശിക്കുന്നത്. വേറെ ചിലയിടങ്ങളില് നാഖത്തുള്ള എന്നാണ് വിളിക്കുന്നത്, അള്ളാഹുവിന്റെ ഒട്ടകം എന്നാണ്. അപ്പോ പല ചരിത്ര സ്രോതസ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെല്ലാവരും നോക്കി നിൽക്കെ ഒരു പാറക്കെട്ടിൽ നിന്ന് സാലിഹ് അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞ ഘട്ടത്തില് ഒരു പാറക്കെട്ടിൽ നിന്ന് ആ ഭൂമിയുടെ ആ ഭാഗം അങ്ങ് എണീറ്റ് നിൽക്കുന്ന പോലെ ഒരു ഒട്ടകം എണീറ്റ് നിൽക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാലിഹ് അലൈഹി ഇസ്ലാം പറയുന്നത്, ഹാദിഹി നാഖത്തുള്ള, ഇത് അള്ളാഹു നിങ്ങൾക്കായിട്ട് ദൃഷ്ടാന്തം എന്ന നിലക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള ഒട്ടകമാണ്. ഹാദിഹി നാഖത്തുൻ, ഇത് അള്ളാഹുവിന്റെ ആയത്തായിട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒട്ടകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ഹാദിഹി നാഖത്തുൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾക്ക് ആ അർത്ഥമൊന്നുമില്ല. വേറെ ചിലയിടത്ത് നാഖത്തുള്ള എന്ന് പറയുന്നുണ്ട്. വേറെയും ചില സൂചനകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇത് ഒരൊട്ടകമാകുന്നു. ഇനി ഒരു നിബന്ധനയുണ്ട് ഇതിന്റെ കാര്യത്തിൽ. കാരണം ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട വിധത്തില് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൃഷ്ടാന്തമാണ്. അത് ദൈവിക ദൃഷ്ടാന്തമാണ് എങ്കിൽ, ആ നിലക്ക് അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ചില മര്യാദകൾ ഇത് സംബന്ധമായിട്ട് പാലിക്കേണ്ടതുണ്ട്. ഇത് സാധാരണ ഒട്ടകമല്ല. സാധാരണ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചുകൂടാ. പറയുന്ന കാര്യം ഇതാണ്, ലഹാ ഷിർബുൻ, അതിന് ജലപാനത്തിനുള്ള ഒരു ദിവസമുണ്ട്. ഒരു ദിവസം അതിനുള്ളതാണ്. ഷിർബ് എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള സമയം, സ്ഥലം എന്നൊക്കെയുള്ള സൂചനയുള്ള ഒരു പദമാണ്. അപ്പൊ അതിന് വെള്ളം കുടിക്കാൻ, ജലപാനത്തിന് ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വലക്കും ഷിർബു യൗമിൻ മാലൂം,
നിങ്ങൾക്കെല്ലാവർക്കും ജലപാനത്തിന് മറ്റൊരു ദിവസവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ ഒട്ടകത്തിന് നിങ്ങളുടെ ജലസ്രോതസ്സുകളിൽ നിന്ന് വളരെ സ്വതന്ത്രമായിട്ട് വിഹരിച്ചുകൊണ്ട് ജലപാനം ചെയ്യാം. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. അന്ന് നിങ്ങൾ ഈ ഒട്ടകത്തിന് ശല്യം ചെയ്യുന്ന വിധത്തില് ജലസ്രോതസ്സുകളിൽ പോയിട്ട് വെള്ളം എടുക്കാനൊന്നും പാടില്ല. അടുത്ത ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ബാക്കി ജീവജാലങ്ങൾക്കും ഒക്കെ തന്നെ ആ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം എടുക്കാവുന്നതാണ്. അപ്പൊ ഒരു ദിവസം ഈ ഒട്ടകത്തിന് വേണ്ടി നിശ്ചയിച്ചതാണ്. വലക്കും ഷിർബു യൗമിൻ മാലൂം, നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാനുള്ളതുമാണ്. അറിയപ്പെടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളം എടുക്കാം, അടുത്ത ദിവസം ഒട്ടകത്തിന്, അല്ലെങ്കിൽ ഒരു ദിവസം ഒട്ടകത്തിന് വെള്ളം എടുക്കാം, അടുത്ത ദിവസം നിങ്ങൾക്ക്. ഈ വിധത്തില് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ജലപാനത്തിന് അള്ളാഹു വ്യവസ്ഥ വെച്ചിട്ടുള്ളത് എന്നാണ് സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. എന്താ ഇപ്പൊ എല്ലാവരും എല്ലാ ദിവസവും ജലപാനം നടത്തിയാൽ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അതിനുള്ള ഉത്തരം ഇത് അള്ളാഹുവിന്റെ ആയത്താണ്. ഇത് നിങ്ങൾക്കൊരു പരീക്ഷണം എന്ന നിലക്ക് കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതിന്റെ അനന്തര നടപടികൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം സ്വാലിഹ് അലൈഹിസ്സലാമിനെ ദൈവിക ദൗത്യം നിർവഹിക്കാൻ നിയോഗിച്ച് അയച്ചപ്പോൾ തന്നെ ഒരു ഒട്ടകത്തെ കൂടെ പറഞ്ഞേക്കല്ല അള്ളാഹ് ചെയ്തിട്ടുള്ളത്. യുക്തിഭദ്രമായ കാര്യങ്ങള് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അവതരിപ്പിച്ചപ്പോ നിങ്ങൾക്കത് വിശ്വാസമല്ല, സ്വീകാര്യമല്ല. ഈ ഒരു കാരണത്താൽ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾക്ക് ഒരു ദൈവിക ദൃഷ്ടാന്തം അവതരിപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചില നിബന്ധനകൾ നിങ്ങൾ പാലിച്ചേ പറ്റൂ. അത് ഈ ഒട്ടകത്തിനായിട്ട് നിശ്ചയിച്ചതാണ്. ഇവിടുത്തെ ജലസ്രോതസ്സുകളിൽ ജലപാനം ചെയ്യുക എന്നത് ഒരു ദിവസത്തേക്ക്. അടുത്ത ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നിന്ന് ജലസ്രോതസ്സുകളിൽ നിന്ന് ജലമെടുക്കാവുന്നതാണ്. അപ്പോ പറയുന്ന കാര്യം വലക്കും ഷിർബു യൗമിൻ മാലൂം, ഇതാണ് വ്യവസ്ഥ. മാത്രമല്ല തുടർന്ന് അള്ളാഹു പറഞ്ഞത് വലാ തമസ്സൂഹാ ബിസൂ, നിങ്ങൾ അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഈ ഒട്ടകത്തെ അതിന്റെ സ്വതന്ത്രമായ വിഹാരം, സഞ്ചാരം, ഇതിലൊന്നും ഇടപെട്ടുകൊണ്ട് നിങ്ങൾ അതിനെ ദ്രോഹിക്കാൻ പാടില്ല. അത് വെള്ളം കുടിക്കേണ്ട സ്രോതസ്സുകളിൽ വന്ന് വെള്ളം കുടിക്കും, അതിന് വേണ്ടയിടത്തൊക്കെ മേഞ്ഞു നടന്ന് അത് ഭക്ഷിക്കും. പക്ഷെ നിങ്ങൾ അതിന്റെ മേൽ കൈവെക്കരുത്. നിങ്ങൾ അതിനെ ഒരു നിലക്കും ദ്രോഹിക്കാൻ പാടില്ല. ഇതുകൂടി അവർക്കുള്ള വ്യവസ്ഥയാണ്. വലാ തമസ്സൂഹാ ബിസൂഇൻ, ഒരു ഉപദ്രവവും ഒരു ദ്രോഹവും ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ തൊടാൻ പാടില്ല. ഫയഖുദക്കും, അങ്ങനെ ഉണ്ടായാൽ നിങ്ങളെ പിടികൂടും. അദാബു യൗമിൻ അദീം, അതിഭയങ്കരമായ ഒരു നാളിന്റെ ശിക്ഷ, അല്ലെങ്കിൽ ശിക്ഷ കാരണമായിട്ട് അതിഭയങ്കരമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു നാള് നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവും. നിങ്ങൾ ഈ ഒട്ടകത്തെ ദ്രോഹിക്കുന്ന വിധത്തിൽ വല്ലതും ചെയ്താൽ, അതിന്റെ സഞ്ചാരപഥത്തിൽ തടസ്സം ഉണ്ടാക്കിയാൽ, അതിനെ സ്വതന്ത്രമായി വിഹരിക്കുന്നതിന് നിങ്ങൾ തടസ്സം സൃഷ്ടിച്ചാൽ, അതിന്റെ ജലപാനം നിങ്ങൾ തടഞ്ഞാൽ, അത് മേഞ്ഞ് ഭക്ഷിക്കുന്നതിന് നിങ്ങൾ മുടക്കമുണ്ടാക്കിയാൽ അതിന്റെ അനന്തരഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് അതിഭീകരമായ ഒരു നാളിന്റെ ശിക്ഷയാണ്. അത് നിങ്ങളെ പിടികൂടും. അതുകൊണ്ട് നിങ്ങൾ നല്ല കരുതലും ജാഗ്രതയും ഉണ്ടാവണം. ഇതാണ് നിർദ്ദേശിക്കപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും ഏത് സമൂഹത്തിനും പ്രവാചകന്റെ താക്കീത് എന്നുള്ള നിലക്ക് കുറച്ചു കാലത്തിന് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഭീതിയും അതുപോലെ തന്നെ ഭയപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ജലസ്രോതസ്സുകള്, കിണറ്, ജലാശയങ്ങള്, അരുവികള്, ഇതൊക്കെ വളരെ വിലപ്പെട്ട അമൂല്യമായ അവരുടെ സമ്പത്താണ്. നേരത്തെ അവരുടെ ആനന്ദ തുന്തിതരായി അവർ ജീവിക്കുന്നതിന്റെ അടയാളപ്പെടുത്തലായിട്ട് അള്ളാഹു പരാമർശിച്ചത് ജന്നാത്തും വ ഉയൂൻ എന്നാണ്. തോട്ടങ്ങളും അരുവികളും.
ഇതൊക്കെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളായിട്ട് അവർ കണ്ടിരുന്നത്. അങ്ങനെയുള്ള തോട്ടങ്ങളിലും അരുവികളിലുമാണ് ഇപ്പോ ഒരു അവരാഗ്രഹിക്കാത്ത ഒരു സാന്നിധ്യം വന്നിരിക്കുന്നത്. അത് ഒട്ടകത്തിൻ്റെതാണ്. ഒന്നും ചെയ്തുകൂടാ. തങ്ങളുടെ വിളകളിൽ കയറി ഒട്ടകം മേയുകയാണെങ്കിൽ അതിനെ ആട്ടി ഓടിക്കാൻ പാടില്ല, അതിന് തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. തങ്ങളുടെ ജലാശയങ്ങളിൽ കയറിയിട്ട് ഇത് വെള്ളം കുടിക്കാൻ വരികയാണെങ്കിൽ തടയാൻ പാടില്ല. അന്ന് അതിനെ സ്വതന്ത്രമായിട്ട് ജലപാനം ചെയ്യാൻ വിടണം. ഇതൊക്കെയാണ് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. എന്ന് പറഞ്ഞാൽ അവരുടേത് എന്ന പേരിൽ നിഗളിച്ച് നടന്നിരുന്ന സംഗതികൾ, അവരുടെ ജലസ്രോതസ്സുകളും അവരുടെ ഉദ്യാനങ്ങളും തോട്ടങ്ങളും ഒക്കെ, അതിലിപ്പോ ഒരൊട്ടകം അവരുടെ ഒന്നും അനുമതിയില്ലാതെ അങ്ങനെ സ്വതന്ത്രമായി വിഹരിച്ച് നടക്കുകയാണ്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷമിച്ചിരിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ബനൂ ഇസ്രായേലിന് അവരുടെ ദൗർലഭ്യത്തിന്റെ കാലത്ത് സബ്ബത്ത് നാളിൽ കടൽക്കരയില് ധാരാളം മത്സ്യങ്ങള് കുളച്ചുകൊണ്ടിരുന്ന ഒരു കാഴ്ച അവർക്ക് വിലക്കുണ്ടായിരുന്ന ദിവസമാണ്. അതുപോലെയുള്ള ഒരു അനുഭവം സമൂത് സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഉദ്യാനങ്ങളിലും ജലാശയങ്ങളിലും ഒക്കെ ഒരു ഒട്ടകം അങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പാടില്ല, അതിനെ ഒന്നും ചെയ്തുകൂടാ എന്നതാണ് പ്രവാചകൻ അവരോട് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ. ഇതാണ് സാഹചര്യം. അപ്പോ സ്വാഭാവികമായിട്ടും നാളുകൾ കഴിയുന്തോറും അവരതിൽ കൂടുതൽ കൂടുതൽ അസ്വസ്ഥരാകുന്നു. ആ സമൂഹത്തിൽ നേരത്തെ തന്നെ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ അവകാശപ്പെടുത്തുന്നതിന് വേണ്ടി, ഉടമപ്പെടുത്തുന്നതിന് വേണ്ടി പല സമൂഹങ്ങളും പരസ്പരം വലിയ സംഘർഷങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. വലിയ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ പലപ്പോഴും ഗോത്രങ്ങളും സമൂഹങ്ങളും തമ്മിൽ നിരന്തരം ഉണ്ടായിട്ടുള്ളതാണ്, ജലത്തിന്റെയും ജലാശയങ്ങളുടെയും ഒക്കെ പേരിൽ. അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജലസ്രോതസ്സുകള് അവരുടേതല്ല പൂർണ്ണമായിട്ടും എന്ന വിധത്തിലാകുന്ന ഒരു നിബന്ധനയോട് കൂടിയാണ് ഈ ഒട്ടകത്തെ അവർക്കിടയിൽ അള്ളാഹു ആവിർഭവിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സംഗതി അവരെ തീർച്ചയായിട്ടും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത, പ്രവാചകന്റെ താക്കീതുകളെ ഉൾക്കൊള്ളാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അങ്ങ് ദഹിക്കൂല, അവർക്കത് അങ്ങ് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അവര് പ്രതികരിച്ചു. എന്താണ് ചെയ്തത്? ഫഅഖറൂഹ, വൈകാതെ തന്നെ അവർ അതിനെ കശാപ്പ് ചെയ്തു കളഞ്ഞു. ഫഅഖറൂഹ, അവരതിനെ കൊന്നുകളഞ്ഞു, അതിനെ അറുത്തു കളഞ്ഞു. അഖറ എന്ന് പറഞ്ഞാൽ അറുക്കുക എന്നാണ്. മാംസാവശ്യത്തിന് വേണ്ടി ഒരു മൃഗത്തിനെ അറുക്കുന്ന, കഴുത്തറുത്ത് കശാപ്പ് ചെയ്യുന്നതിനാണ് ആ പദം ഉപയോഗിക്കുക. ഫഅഖറൂഹ, അവര് സാധാരണ ഒട്ടകം എന്ന നിലക്ക് ഈ ഒട്ടകത്തിനെ അറുത്തു കളഞ്ഞു. എന്നാൽ സംഭവിച്ചത് എന്താണ്? ഫഅസ്ബഹു നാദിമീൻ, അവരതിന്റെ പേരിൽ അങ്ങേയറ്റത്തെ ഖേദമുള്ളവരാകേണ്ടി വന്നു. പ്രവാചകന്റെ വാക്കുകളെ അനുസരിക്കാതെ ധിക്കാരികളായിക്കൊണ്ട് അവര് ഈ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു, കശാപ്പ് ചെയ്തു. ആവൂൽ അതിന്റെ നിയന്ത്രണങ്ങളൊന്നും തലയിലേറ്റാൻ എന്നതായിരുന്നു അവരുടെ സംസാരം. അതിനൊരു ദിവസം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേറൊരു ദിവസം, ഇങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നും പാലിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ ഞങ്ങളുടെ വയലുകളും ഞങ്ങളുടെ തോട്ടങ്ങളും ഒക്കെ തന്നെ ഈ ഒട്ടകം കയറി നിരങ്ങുക. അതിനെ ആട്ടി ഓടിക്കാനോ അതിനൊന്ന് വടിയെടുത്ത് തല്ലാനോ ഒന്നും പറ്റൂല, അതിനൊന്നും തെളിച്ചു മാറ്റാനൊന്നും പറ്റൂല. ഞങ്ങൾക്ക് ഇതിനെ സഹിക്കാൻ പറ്റൂല, ഇതിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും എന്നതാണ് ഇവരുടെ നിലപാടുണ്ടായിരുന്നത്. അങ്ങനെ അവര് നാട്ടിലെ ഏറ്റവും ദുഷ്ടന്മാരായ, ഖുർആൻ അവരെ വേറൊരിടത്ത് വിവരിക്കുന്നത് അഷ്ഖ എന്നാണ്, ഏറ്റവും ഭാഗ്യദോഷിയായ, ഭാഗ്യഹീനരായ തരം ആളുകൾ, നാട്ടിലെ ഏറ്റവും ദുർനടപ്പുകാരും താന്തോന്നികളും ധിക്കാരികളും ഒക്കെ ആയിരുന്ന ആളുകളെ ഈ ഒട്ടകത്ത് കൈകാര്യം ചെയ്യുന്ന പണി അവരെ ഏൽപ്പിച്ചു കളഞ്ഞു. അവര് എന്ന് പറഞ്ഞാൽ നാട്ടിലെ വലിയ താന്തോന്നികളായ ആളുകളിൽ ചിലര് പറഞ്ഞു, ഈ ഒട്ടകത്തെ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അതിനെ ഞങ്ങള് കൈകാര്യം ചെയ്യും, ഞങ്ങള് നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് രംഗത്ത് വരികയാണ്, ഈ ഒട്ടകത്തെ കഥ കഴിച്ചിട്ട് ഞങ്ങൾ ഈ നാട്ടിനെ സുരക്ഷിതമാക്കും എന്ന വിധത്തിൽ വീമ്പിളക്കിക്കൊണ്ട് ചില അധർമ്മികളായ ആളുകൾ രംഗത്ത് വന്നു.
ആ അധർമ്മികളെ അതിൽ പിന്തുണച്ചുകൊണ്ട് നാട്ടുകാരും നിന്നു. ഫലത്തില് അവരതിനെ കൊന്നുകളഞ്ഞു, അതിനെ അറുത്തു കളഞ്ഞു. ഫാസ്ബഹൂ നാദിമീൻ. ഒട്ടകത്തെ അറുക്കുന്നതിനും അതിന്റെ ഭക്ഷണത്തെ അതിന്റെ മാംസത്തെ ഭക്ഷണമായി പ്രയോജനപ്പെടുത്തുന്നതിനൊന്നും ഇസ്ലാമിലോ ഒരു ശരീഅത്തിലും വിലക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇത് ദൈവിക പരീക്ഷണം ആയിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതിനെ ഒരു നിലക്ക് ഉപദ്രവിക്കാൻ പാടില്ല എന്നത് പ്രവാചകൻ അവരോട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു നിബന്ധനയാണ്. അത് ലംഘിച്ചുകൊണ്ട് അവരതിനെ അറുത്തു കളഞ്ഞു, അതിന് കശാപ്പ് ചെയ്തു. ഫാസ്ബഹൂ നാദിമീൻ. അങ്ങനെ ഒട്ടകത്തെ കശാപ്പ് ചെയ്തപ്പോ അവർക്ക് സന്തോഷമാണോ ഉണ്ടായത്? അല്ല, അവരതിന്റെ പേരിൽ വല്ലാത്ത ഖേദത്തിലാകേണ്ടി വന്നു. ഈ ധിക്കാരികളായ ആളുകൾ ഖേദിക്കുന്നവരായി മാറി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എങ്ങനെയാണത്? തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ അവരെ വലിയ വിധത്തിൽ ഖേദിക്കുന്ന ആളുകളായി മാറി എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ തന്നെ അവർക്ക് അതിന്റെ ഒട്ടകത്തെ അറുത്ത് കഴിഞ്ഞപ്പോഴാണ്, ഒട്ടകത്തെ കശാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവരെ ഒരു ഭീതി പിടികൂടുന്നത്. പടച്ച തമ്പുരാന്, ഈ സാലിഹിന്റെ വർത്താനത്തെ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിത് ചെയ്തത്. ഇതിനിപ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഇത് കാരണമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്ന ഒരു ആശങ്ക അവരെ പിടികൂടി. ഫാസ്ബഹു നാദിമീൻ. അവർ വല്ലാത്ത വിഷമത്തില്, ദുഃഖത്തില്, അതുപോലെ മനോവിഷമം അനുഭവിക്കുന്നവരായിട്ട് അവർ മാറി എന്നാണ് ഇവിടെ പറയുന്നത്. ഫഅഖദഹുമുൽ അദാബ്. അതിനെ തുടർന്ന് അവരെ ദൈവിക ശിക്ഷ പിടികൂടി. ഇന്ന ഫീ ദാലിക ലആയ. തീർച്ചയായിട്ടും അതിലൊരു വലിയ ദൃഷ്ടാന്തമുണ്ട്, ഒരു മഹത്തായ അതിഭയങ്കരമായ പ്രാധാന്യമുള്ള ഒരു ദൃഷ്ടാന്തം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. അവരിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കാൻ കൂട്ടാക്കിയവരായിരുന്നില്ല. അവരിൽ കൂടുതൽ പേരും, അധിക പേരും വിശ്വാസത്തിന് സന്നദ്ധരായ ആളുകളായിരുന്നില്ല. അവരുടെ മേൽ ദൈവിക നടപടി ഉണ്ടായി. തീർച്ചയായിട്ടും എക്കാലത്തേക്കുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണപാഠവും ദൈവിക ദൃഷ്ടാന്തവും ആ സംഭവത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. നിശ്ചയമായിട്ടും നിന്റെ നാഥൻ ഏറ്റവും പ്രതാപമുള്ളവനും അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനുമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈ ആളുകളുടെ ധിക്കാരം കൊണ്ട് അള്ളാഹുവിന്റെ പ്രതാപത്തിന്, അള്ളാഹുവിന്റെ ഇസ്സത്തിന്, അള്ളാഹുവിന്റെ അജയ്യതക്ക് യാതൊരു പോറലും ഏൽക്കുന്നില്ല. ഈ ആളുകളിൽ ആരെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങാൻ സന്നദ്ധരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. ഇതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു ഇസ്സത്തുടയവനും റഹ്മത്തുടയവനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഏതു വിധത്തിലാണ് സമൂത് സമൂഹത്തെ അള്ളാഹു ശിക്ഷ കൊണ്ട് പിടികൂടിയത് എന്നത് ഇവിടെ കൂടുതൽ വിശദാംശങ്ങളൊന്നും നൽകപ്പെടുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് സമൂത് സമൂഹത്തിന്റെ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ അള്ളാഹു ഇത് സംബന്ധമായ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോ ശിക്ഷ നൽകുന്നതിന്റെ കാഠിന്യം, അള്ളാഹു എന്തുകൊണ്ടാണ് ആയത്തുകള് കൂടുതൽ ജനങ്ങൾ ചോദിക്കുമ്പോഴേക്ക് ആയത്തുകള് നൽകാതിരിക്കുന്നത് എന്നതിന്റെ ഒരു കാരണം അള്ളാഹു ഒരിടത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വമാ മനാന അൻ നുർസില ബിൽ ആയാതി ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ. പൂർവികരായ സമൂഹം ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അസത്യപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്തു എന്നതാണ് നാം ദൃഷ്ടാന്തങ്ങള് വളരെ കൂടുതലൊന്നും കാണിക്കാതിരിക്കുന്നത് കാരണം എന്നതാണ് ഇവിടെ പറയുന്നത്. വാതൈന സമൂദൻ നാഖത്ത മുബ്സിറത്തൻ. സമൂത് സമൂഹത്തിന് ഏറ്റവും തെളിമയുള്ള ദൃഷ്ടാന്തമായിട്ട് നാം ഒരൊട്ടകത്തെ നൽകുകയുണ്ടായി. എന്നാൽ ഫലമൂ ബിഹ, അവര് വലിയ അക്രമമാണ് അതിനെ തുടർന്ന് ചെയ്തത്. അപ്പോ തീർച്ചയായിട്ടും നാം ആയാത്തുകൾ കാണിക്കുന്നത് വമാ നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ. ആയാത്തുകൾ നാം കാണിക്കുന്നത് ആളുകളെ ഭയപ്പെടുത്തുക കൂടി ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ആയത്തിനെയാണ് സമൂത് സമൂഹം വെല്ലുവിളിച്ചത്. അപ്പോ
ഇതിനെ ഭൂമിയിൽ ഒരിടത്ത് ഒരു സൂറത്തുൽ അറാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആദിഹീന അത്തത്തുല്ലാഹി ലഘുമായ, ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്, നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തവുമാണ്. ഫദറൂഹ, അതിനെ വിട്ടേക്കുക, തഅ്കുലു ഫീ അർദില്ലാഹ്, അള്ളാഹുവിന്റെ ഈ ഭൂതലത്തില് അത് ഭക്ഷിച്ചുകൊണ്ട് വിഹരിച്ച് നടക്കട്ടെ. വലാ തമസ്സൂഹാ ബിസൂ, അതിനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തൊട്ടു പോകരുത് എന്നാണ് അള്ളാഹു കടുത്ത ഭാഷയിൽ അവർക്ക് താക്കീത് നൽകുന്നത്. എന്നാൽ ഈ സമൂഹം അത് ഒട്ടകത്തെ വലിയൊരു ശല്യമായി കണ്ടുകൊണ്ട് അതിനെ അറുത്ത് കളഞ്ഞു എന്നാണ് നമ്മളിവിടെ കാണുകയുണ്ടായത്. തുടർന്ന് എന്താണ് ആ സമൂഹത്തെ ഏത് വിധത്തിലാണ് ദൈവിക ശിക്ഷ പിടികൂടിയത് എന്നത് വേറെ ചിലയിടങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നാ അർസൽനാ അലൈഹിം സ്വൈഹതൻ, അതിഭീകരമായ ഒരു ശബ്ദം അവരെ പിടികൂടി. ഒരു ഇടിനാദം പോലെയുള്ള അതിഘോരമായ ഒരു ശബ്ദം അവരെ പിടികൂടി. സ്വൈഹത്തം വാഹിദ, സ്വൈഹത്തം വാഹിദ എന്നൊക്കെ പറയുന്നത് അന്ത്യനാളിനെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. അങ്ങനെയുള്ള ഒരു ശബ്ദം, ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. ഫകാനു കഹശീമിൽ മുഹ്തളർ, ചവിട്ടി മെതിക്കപ്പെട്ട വൈക്കോല് പോലെയായി അവർ മാറി. ഇതിനെക്കുറിച്ചുള്ള വിവരണത്തിൽ വേറെ കാണാൻ പറ്റുന്ന 3 ദിവസമാണ് സാലിഹ് അലൈഹിസ്സലാം താക്കീത് ചെയ്തുകൊണ്ട് അവരോട് നിങ്ങളുടെ ആനന്ദ തിമർപ്പില് 3 ദിവസം നിങ്ങളുടെ ഭവനങ്ങളിൽ കഴിഞ്ഞോളൂ എന്ന് പറയുന്നതായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ 3 ദിവസം കഴിഞ്ഞ് 3 ദിവസം പിന്നിടുന്നതിനെ തുടർന്നുള്ള പ്രഭാതത്തില് അതിഘോരമായ ഒരു ശബ്ദം അനുഭവപ്പെടുകയും അവരെല്ലാവരും മരിച്ചു വീഴുകയും ചെയ്തു എന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. അതിശക്തമായ ഒരു ഇടിനാദം പോലെയുള്ള ഒരു ശബ്ദം അവർ കേട്ടു. അവരൊക്കെയും തന്നെ മരിച്ചു വീണു. നേരം പുലരുമ്പോ പിന്നെ ആ പരിസരങ്ങളിലൊക്കെ ഉള്ളത് സമൂത് ഗോത്രക്കാരുടെ ജഡങ്ങള് അങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഖുർആൻ മറ്റൊരിടത്ത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്, ഫഅഖദതുഹുമുർ റജ്ഫത്തു, അവരെ ഒരു പ്രകമ്പനം പിടികൂടി. ഫഅസ്ബഹൂ ഫീ ദാരിഹിം ജാസിമീൻ, അവരുടെ ഭവനങ്ങളിൽ അവർ ചേതനയറ്റവരായിട്ട് മറിഞ്ഞു വീണു. അങ്ങനെ ചത്തടിഞ്ഞവരായിട്ട് വീണ് കിടന്നു. ഇതാണ് പറയുന്നത്. ജാസിമീൻ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. ജാസിം എന്ന അറബി വാക്കിൽ നിന്നാണ് മലയാളത്തിലെ ജഡം എന്ന വാക്ക് വന്നിട്ടുണ്ടാവാൻ വലിയ സാധ്യതയുള്ളത്. അപ്പൊ ഇവരൊക്കെയും തന്നെ ജഡങ്ങളായിട്ട്, ചേതനയറ്റ ജീവനില്ലാത്ത ജഡങ്ങളായിട്ട് വീണ് കിടന്നു എന്നാണ് ഖുർആൻ വിവരിക്കുന്നത്. ഫഅഖദതുഹുമു സ്വൈഹതു എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് അവർക്ക് അവര് മാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ, അവരുടെ സമ്പാദ്യങ്ങളും അവരുടെ ഭൗതികമായ നേട്ടങ്ങളും അതുപോലെ വലിയ നിരപ്പായ സമതലങ്ങളിൽ അവരുണ്ടാക്കിയിരുന്ന അവരുടെ വലിയ കൊട്ടാര സമാനമായ വീടുകളും അതുപോലെ മലകൾ തുറന്ന് അവരുണ്ടാക്കിയിരുന്ന അവരുടെ വലിയ ആർക്കിടെക്ചറലായ അവരുടെ വലിയ നേട്ടമായിരുന്ന അവരുടെ ഭവനങ്ങൾ, ഇതൊന്നും തന്നെ അവരുടെ സംരക്ഷണത്തിന് ഉപകരിച്ചില്ല. അവർക്ക് യാതൊരു പ്രയോജനവും അതുകൊണ്ടുണ്ടായില്ല. അവരെല്ലാവരും തന്നെ ആ ഘോര ശബ്ദം അവരെ പിടികൂടിയതോടെ ജീവനറ്റവരായിട്ട് നിലംപരിശായി നിലത്ത് ജഡങ്ങളായിട്ട് വീണു എന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. അപ്പോ വലിയ ഭൗതികമായ നേട്ടങ്ങളുടെ അടയാളപ്പെടുത്തലുകളുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹം ദൈവിക ദൃഷ്ടാന്തം ആവശ്യപ്പെട്ട് ആ ദൈവിക ദൃഷ്ടാന്തം നൽകപ്പെട്ടതിനെ തുടർന്ന് അതിനോട് ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചപ്പോ ദൈവിക ശിക്ഷ അവരെ പിടികൂടി. യാതൊന്നും അവരുടെ ഭൗതിക നേട്ടങ്ങളായ യാതൊന്നും തന്നെ അവർക്ക് ഉപകരിക്കുകയുണ്ടായില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ സമൂത് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ വേറെ വിശദാംശങ്ങൾ നമുക്ക് മറ്റു പല സൂറത്തുകളിലുമാണ് ലഭിക്കുന്നത്. നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള പിന്നിട്ട സൂറത്തുകളിൽ സൂറത്തുൽ അറാഫ് ഉൾപ്പെടെയുള്ള പല സൂറത്തുകളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇനി
വായിക്കാനിരിക്കുന്ന സൂറത്തുകളിലും ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് സമൂഹത്തിന്റെ അനുഭവം എന്തായിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.